ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനിപ്പം മെൽബീന്റെ അടുത്തുള്ളത്. നമ്മൾ എവിടത്തേക്കാന്നൊന്നും തീരുമാനിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മള് കണ്ണൂർ ദസറക്ക് പോകാന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെങ്കില് ദസറ കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ റെഡി ആയി കഴിഞ്ഞപ്പോ അറിഞ്ഞു ദസറ ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞു. ഓടി എന്റെ അച്ഛനെല്ലാം പോകുന്നുണ്ട്. പോവാ എവിടെയുള്ള ആരാ പറഞ്ഞ അങ്ങനെ കഴിഞ്ഞെന്ന്? ഇതെല്ലാം കട്ടാക്കും ഞാൻ. അപ്പൊ നമ്മള് കണ്ണൂര് ദസറ കാണാനിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചിലപ്പം പ്ലാന് മാറ്റും. നമ്മൾ എന്നിട്ട് എടുത്തേക്ക് പോകുന്ന മുഴപ്പിലങ്ങാട് ബീച്ച് അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അറിയില്ല, നമ്മളിനി ഓൺ ദ വേ എവിടെയും പോകില്ല, ഫുഡ് അടിച്ച് തിരിച്ചു വരും. നമ്മളെ കാര്യം എന്തായാലും വ്ളോഗ് എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി ഇല്ല. പിന്നെ എല്ലാരും പരാതി പറയുന്നത് നമ്മള് മാത്രമേ ഉള്ളൂ വ്ളോഗ്. അപ്പൊ നമ്മള് വഴി ബാക്കി വിശേഷങ്ങള് കാണിച്ചുതരാം. അപ്പുറത്ത് എല്ലാരും ഉണ്ടല്ലേ? അപ്പം ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാം. ഓക്കെ, ഇത് നമ്മളെ അമ്മാവ ഒരു ഹായ് പറ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളിതാ സന്തോഷേട്ടനും അഞ്ജലി ഏട്ടത്തി, നമ്മളെ ഏട്ടത്തി അമ്മേനെയും പിന്നെ ചെറുതിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പടിയൂർ ഭാഗത്തേക്ക് പോകുവാന്ന്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതിന് മുമ്പേ അനിയൻ മെൽബീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, മകേഷ് ഏട്ടൻ. അപ്പം അവർ കാറും കൊണ്ട് മുന്നേ പോകുന്നു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് നമുക്ക് കണ്ണൂരേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ സ്കൂട്ടിക്ക് വരുന്നതാണ്. പക്ഷെ മഴയായതുകൊണ്ട് അവർ പെട്ടുപോയി. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ 2 കാറിലാണ് ആൾക്കാർ കണ്ണൂരേക്ക് പോകുന്നത്. നമ്മളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പേട്ടയിലോട്ടേക്ക് പോകാമെന്നാണ്. അവിടെ ഭയങ്കര സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേട്ടയിൽ. അപ്പം പേട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പം പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ട്, കൂടാണ്ട് നല്ല ബ്ലോക്കും ആയിരിക്കും. അവിടെ ഭയങ്കര സെലിബ്രേഷൻ ആയതുകൊണ്ട് അപ്പം നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കണ്ണൂരേക്ക് പോകാമെന്ന് പറഞ്ഞു. ഏകദേശം കഴിയേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 9 മണിയാണ് സമയം ഇറങ്ങുന്നത്. നിങ്ങള് ഭാര്യയും ഭർത്താവും ആരുമില്ല ഇരുന്നത്? ഇല്ലാന്ന് അവര് മറ്റേ കാറിലാണ്. നമ്മളപ്പം അഞ്ജലി സന്തോഷത്തിനെ കൂട്ടിട്ട് വന്നിട്ടുണ്ട്. ഇവര് കലവിലാക്കുന്നുണ്ട്. പിന്നെ എന്തെല്ലാം പറയണ്ടേ? അങ്ങനെ നമ്മൾ ഏട്ടനെയും ഏട്ടത്തി അമ്മേനെയെല്ലാം കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് ഗോകുലും മെൽബി അവരെല്ലാവരും മകേഷ് ഏട്ടനും അമ്മാവനും അവരെല്ലാവരും ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. അതുകൊണ്ട് അവർ ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണമെല്ലാം കഴിക്കുന്നായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നിത്യചേട്ടൻ പിന്നെ അവിടെ നിന്ന് കാടയിറച്ചി കണ്ടതുകൊണ്ട് ഒരു ദോശയും കൂടെ കഴിച്ചു. അങ്ങനെ ഇത് നമ്മളെ കണ്ണൂരേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു സമയമാകുമ്പോഴത്തേക്ക് പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ബ്ലോക്കൊന്നുമില്ല, തിരക്കൊന്നുമില്ല കണ്ണൂരേക്ക്. ഫോട്ടോസിലും വീഡിയോസിലാണ് ഞാൻ ഈ കണ്ണൂർ ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ദസറേൻ്റെ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തത് ഞാൻ ടൗണിൽ പോയിട്ട് നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ല. വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെയുള്ള വീഡിയോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ഈ ഒരു നല്ല അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്ത വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കസിനും ഒരു ക്യാമറമാനാണ്, അവൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ അടിപൊളിയായിട്ട് വീഡിയോയിൽ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആണ് ഞാൻ നേരിട്ട് കാണുന്നത് ടൗണിൽ ഇത്രയും ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തത്. കണ്ണൂർ അടിപൊളിയായിട്ട് ദസറേൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ പയ്യാമ്പലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോ കണ്ണൂർ എത്തിയിട്ടുണ്ട്. എല്ലാണ്ടും കിടന്നുറങ്ങുന്നതാ. ഹായ്, അപ്പൊ നമ്മളിതാ പയ്യാമ്പലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്ലാനിങ്ങും മാറി മറിഞ്ഞ് നമ്മള് ശരിക്കും പറഞ്ഞ തേര് കാണാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ അതൊന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പം 12:15 സമയം അല്ലേ? നമ്മളിപ്പോൾ പയ്യാമ്പലത്തുള്ളത്. പയ്യാമ്പലത്ത് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ തന്നെയുള്ള പ്രാന്തന്മാർ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിന് നമ്മള് മുഴപ്പിലങ്ങാട് പോയാലോന്നാ വിചാരിക്കുന്നത്, അറിയില്ല. അവരെയും കൂടെ ഒന്ന് കണ്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. ഇത് നമ്മൾ ഏട്ടത്തി എല്ലാരും നിലു ഉറങ്ങി, പിള്ളേരെല്ലാം കിടന്നുറങ്ങി. 12:15 നമ്മൾ ഇന്നലെയും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ പയ്യാമ്പലത്തി നമ്മൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം വാങ്ങിക്കാന്ന്. അവിടെ റോഡ് സൈഡിൽ ഐസ്ക്രീം ഉണ്ടായിന്. ഏതായാലും പയ്യാമ്പലത്ത് എത്തിയതല്ലേ, ഒരു ഐസ്ക്രീം കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഇരുട്ടിന്നേ വണ്ടിയും പിടിച്ച് വന്നത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രാന്തിന് ഇറങ്ങിയതാ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് നമ്മൾ നേരെ വിട്ടത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ്. എനിക്ക് എന്റെ സാധനമാണ് വേണം. നമ്മൾ എവിടെയാ പോന്നേ? നമ്മൾ പോകുന്നത് ഇപ്പം ഊട്ടി, മുഴപ്പിലങ്ങാട്. നമ്മൾ മുഴപ്പിലങ്ങാടേക്ക് ഇനി അടുത്ത പോകും. പയ്യാമ്പല സ്ഥലമൊന്നും കാണിച്ചു. ഇപ്പൊ പയ്യാമ്പലത്താ ഉള്ളത്, പക്ഷെങ്കിൽ നമ്മൾ ഇനി മുഴപ്പിലങ്ങാടേക്ക് പോകുന്നത്. നമുക്ക് എന്താണെന്ന് അറിയില്ല, നമുക്ക് ഇങ്ങനെ എണ്ണയിലടിക്കാൻ നല്ല പൈസ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ വരും. ഭയങ്കര റിച്ച് ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 2 ഗൾഫുകാരുണ്ട്. ഇതാ നമ്മളെ ദുബായ് ചേട്ടത്തി ഉണ്ട്, ഒമാൻ ചേട്ടത്തി. അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീമെല്ലാം വാങ്ങിച്ച് അതും കഴിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ടേക്ക് തുടങ്ങി. മറ്റേ കാറിലത്തെ ആൾക്കാരെല്ലാം അവരങ്ങ് മുന്നോട്ടേക്ക് പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അന്നേരം പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ സ്റ്റക്കായി. അങ്ങനെ അവർ മുന്നേ പോയിട്ടുണ്ട്. ഗോകുലാന്ന് ആ വണ്ടി ഓടിക്കുന്നത്. അതന്നെ നമ്മൾ കാണണം ആഗ്രഹിച്ച സാധനം ഇതാ. എല്ലാം കഴിഞ്ഞു സംഭവം. നമ്മൾ കാര്യം കാണുന്ന അധികമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഫുൾ പരിപാടി ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ പ്രഭാതിനാണുള്ളത്. അവിടെ എത്തുമ്പോൾ നമ്മൾ പയ്യാമ്പലത്ത് കറങ്ങി പ്രഭാത് ജംഗ്ഷനിലെത്തുമ്പം അവിടെ ഇതാ തേരും അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലോട്ടേക്ക് എത്തിയിട്ടുണ്ടായിന്. അത് കഴിഞ്ഞതാന്ന് തോന്നുന്നുണ്ട്, കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിങ് അവിടെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് കണ്ടു. അടിപൊളിയായിട്ടുണ്ടായിന് ആ ഒരു ഡെക്കറേഷൻ, ലൈറ്റും സംഭവങ്ങളെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതിൽ ഇതിലും അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് നമ്മൾ ആ തേര് വരുന്നതും തേരിൻ്റെ കൂടെ കുറേ രഥം അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് റാലിയായിട്ട് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് ओम मेरात्मनायत्मय हिरण्यगर्भाग्निम रण्डो धीर 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 रण्डो ब्रह्मा प्रचोदयात् ओम ओम അങ്ങനെ ഇതാ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ മുമ്പിലത്തെ കാറ് നമ്മളെ കൂടെയുള്ള ആൾക്കാർ. നിങ്ങളെങ്ങനെ UK ആണോ? UK ആണെങ്കിൽ രാത്രിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ജർമ്മനിയാണോ ഫോളോ ചെയ്യുന്നത്? ഒന്നേകാല് സമയം ഇതാ 1:15. നമ്മളിതാ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണുള്ളത്. കടല് കേറി ഇങ്ങോട്ട്. അങ്ങനെ നമ്മളിതാ മുഴപ്പിലങ്ങാടുന്ന് എങ്ങോട്ടേക്ക് പോന്നേ? മഗു എടുത്തേക്ക് പോന്നേ? എടി പോന്നേന്ന് പറ. ഞാൻ രാവിലെ ഫസ്റ്റ് ബസ്സിന് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇതാ നമ്മൾ ഒരു തട്ടുകടയിലേക്ക് പോകാന്ന് വെച്ച് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. രണ്ട് കട്ടൻ, 2 വിത്തൗട്ട്, 1 പൊടിച്ചായ. ചായ കുടിക്കാൻ വന്നിരിക്കുക.
പൊള്ളാച്ചി പണ്ടി. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തത് വയനാട് ചുരം കയറാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് കണ്ണവം ഫോറസ്റ്റിലോട്ടേക്കാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഒരു കോമഡി ഉണ്ട്. അങ്ങനെ ഞാനൊരു ഉറക്കമെല്ലാം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് കണ്ണവം ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇരിട്ടിയിലോട്ടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. മുമ്പിലത്തെ കാറിൽ പോയ ആൾക്കാർ പറഞ്ഞു റോഡ് പണി നടക്കുകയെന്ന്, ഇനി അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറഞ്ഞേക്ക് നമുക്ക് നേരെ തിരിച്ച് ഇരിട്ടിക്കോട്ട് തന്നെ വിടാം. നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ 4 മണിയായി സമയം. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് തന്നെ പോയി. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.